നടി മഞ്ജുവിനെ ആദ്യം വിവാഹം കഴിച്ചത് നടൻ മുകുന്ദൻ മേനോനായിരുന്നു. ശേഷമാണ് സുജിത്ത്. മകളുടെ സമ്മതത്തോടെ വേർപിരിഞ്ഞു. മലയാളികളുടെ പ്രിയതാരം മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്തിന്റെയും ജീവിതം പൊരുതുന്ന പെൺകരുത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് സംവിധായകൻ ആലപ്പി അഷറഫ്. മഞ്ജു പിള്ള അന്നും ഇന്നും തിരക്കുള്ള ഒരു നടി തന്നെയാണ്. വർഷങ്ങളായി അഭിനയരംഗത്തുള്ള മഞ്ജുവിനെക്കുറിച്ച് മോശമായ കഥകളൊന്നുമില്ല. സീരിയലിൽ അഭിനയിച്ചിരുന്ന കാലത്ത് പ്രണയത്തിലൂടെ നടൻ മുകുന്ദൻ മേനോനെ വിവാഹം കഴിച്ചുവെങ്കിലും ആ ബന്ധത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പിന്നീടാണ് സുജിത് വാസുദേവ് എന്ന ഛായാഗ്രാഹകരുമായി പ്രണയത്തിലാകുന്നത്. സുജിത്ത് സിനിമയിലെ പ്രശസ്ത ക്യാമറാമാനായി മാറുകയായിരുന്നു. ദൃശ്യം, ലൂസിഫർ, എമ്പുരാൻ, അനാർക്കലി, പുണ്യാളൻ അഗർബത്തീസ്, മെമ്മറീസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. മെമ്മറീസിലൂടെ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡും നേടാൻ സാധിച്ചു. സുജിത്തുമായിട്ടുള്ള പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും അതിൽ അവർക്ക് ദയാ സുജിത്ത് എന്ന പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. സുജിത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കരുനാഗപ്പള്ളിയിൽ വെച്ച് ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞത്രേ, 29 വയസ്സാകുമ്പോൾ വിനോദ വ്യവസായത്തിൽ ഏർപ്പെട്ട വിവാഹമോചിതയായ ഒരാളെ നീ വിവാഹം കഴിക്കുമെന്ന്. അന്നത് തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, 23 വർഷക്കാലത്തോളമേ അവരുടെ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി വേർപിരിഞ്ഞു. അതിന്റെ കാരണങ്ങളൊക്കെ തികച്ചും അവരുടെ സ്വകാര്യതകളാണ്. പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ടാകുമല്ലോ അവർ പിരിഞ്ഞത്. എന്തൊക്കെയായാലും അവർ പിരിയാനുള്ള കാരണം മകളെ ബോധ്യപ്പെടുത്തിയെന്നും മകളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിൽ എത്തിയതെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. മകൾ ദയ ഇതിനെക്കുറിച്ച് പറയുന്നത്, പൊരുത്തപ്പെട്ടു പോകാൻ ആകാതെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്നും രണ്ടുപേർക്കും സന്തോഷം ലഭിക്കുന്നതാണ് നല്ലതെന്നുമാണ്. ദയ എത്ര പക്വത നിറഞ്ഞ തീരുമാനമാണ് എടുത്തത് എന്ന് ചിന്തിച്ചു പോവുകയാണെന്നും അഷറഫ് പറയുന്നുണ്ട്. അതെ, ജീവിതം ഒന്നേയുള്ളൂ. സമാധാനമാണ് അതിൽ ഏറ്റവും പ്രധാനം. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.